ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ ഫിറ്റ്നസ് ഇല്ലാത്ത സർക്കാർ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. കെട്ടിടം അപകടാവസ്ഥയിലെന്ന് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം മാസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രവർത്തിക്കാത്ത കെട്ടിടം എന്നായിരുന്നു സ്കൂൾ അധികൃതരുടെ വിശദീകരണം. എന്നാൽ കെട്ടിടത്തിൽ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നു എന്നതാണ് നാട്ടുകാർ പറഞ്ഞത്. 1000-ലധികം കുട്ടികൾ പഠിക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം ഓടിക്കളിച്ച് ഓടി വന്ന് HM-ന്റെ റൂമിലേക്കും മറ്റ് ക്ലബ്ബുകളിലേക്കും ഒക്കെ കയറി വരുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഒരു വലിയ ദാരുണമായൊരു സംഭവം ഉണ്ടാകാതെ മാറിപ്പോയത്. ഇതിന്ന് ഫിറ്റ്നസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇന്നത്തെ ഒരു ചെറിയ മഴയത്ത് തകർന്നു വീണിരിക്കുകയാണ്. ഇതിൻ്റെ അനാസ്ഥ സർക്കാരിൻ്റെ അനാസ്ഥയാണ്, പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ മിഥുനെ പോലെ ഒരുപാട് മിഥുന്മാർ ഈ കാർത്തികപ്പള്ളി പഞ്ചായത്തിലും ചിങ്ങോലി പഞ്ചായത്തിലും കേരളം ഒട്ടാകെ ഉണ്ടാവും. അശ്വിൻ പാലാഴി തത്സമയം സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അശ്വിൻ, ഇന്ന് അവധി ദിവസമായിരുന്നു എന്നുള്ളത് വലിയ ആശ്വാസമാണ്. ഇത് പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് എന്ന് നാട്ടുകാർ പറയുമ്പോൾ തീർച്ചയായും അനുജ, തേവലക്കരയിലെ കണ്ണീർ ഇപ്പോഴും കേരളത്തിനുണങ്ങുന്നില്ല. അതിന് മുമ്പാണ്, മണിക്കൂറുകൾക്ക് ഉള്ളിലാണ് ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ നിന്നും ഈ വാർത്ത വരുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. നമ്മൾ ഈ സ്കൂളിലെ അധികാരികളുമായി ബന്ധപ്പെടുമ്പോൾ, പ്രധാന അധ്യാപകൻ ബിജുവുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ക്ലാസ് പ്രവർത്തിക്കാത്ത കെട്ടിടമാണ് ഇത്, ഒരു ഓഫീസോ ഒന്നുമില്ലാത്ത കെട്ടിടമാണ് ഇത് എന്നുള്ളതാണ്. പക്ഷേ ഈ വ്യാഴാഴ്ച വരെ ക്ലാസ് റൂമിൽ പഠിച്ച കുട്ടികളുണ്ട്. നമുക്ക് കാണാം, ഇത് വരാന്തയാണ്, ക്ലാസ് റൂമിൻ്റെ ഒക്കെ വരാന്തയാണ്. 4C 4B ക്ലാസ്സുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ്. അതുകൂടാതെ വിവിധ ക്ലബ്ബുകളുടെ ഓഫീസ്, ഒപ്പം പ്രിൻസിപ്പലിന്റെ HM-ന്റെ ഓഫീസൊക്കെ പ്രവർത്തിക്കുന്ന കെട്ടിടം തകർന്നു വീണ അവിടെയാണോ 4B 4C ഒക്കെ പ്രവർത്തിക്കുന്നത്? അത് അനുജ, നമുക്ക് 4B ക്ലാസ് ഞാൻ കാണിച്ചത്. ഇതാണ് 4B ക്ലാസ്. ഇത് കഴിഞ്ഞ ദിവസം വരെയൊക്കെ പ്രവർത്തിച്ച ക്ലാസ് റൂമാണ് എന്നുള്ളത് പറയുന്നുണ്ട്. ഇവിടെ പഠിച്ച കുട്ടികൾ ഇപ്പോൾ ഈ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഇവിടെ സജീവമായി കഴിഞ്ഞ 15-ാം തീയതി വരെ ഈ ക്ലാസ് റൂം ഇവിടെ പ്രവർത്തിച്ചിരുന്നു, ഈ ബിൽഡിംഗ് ഇവിടെ പ്രവർത്തിച്ചിരുന്നു തെളിയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് 15-ാം തീയതി എന്നുള്ള തീയതി അടയാളപ്പെടുത്തി ഇവിടുത്തെ നോട്ടീസ് ബോർഡിൽ അന്നത്തെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള വിഭവങ്ങൾ എന്തൊക്കെയെന്ന് എഴുതിയിരിക്കുന്ന ഒരു നോട്ടീസ് ബോർഡാണ്. ഇതെന്തായാലും തീയതി സഹിതമാണ്, അത് ശബ്ദിക്കുന്നൊരു തെളിവാണ്. ഒപ്പം ഇതിന് സമീപം തന്നെയാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്, സ്കൂളിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അത് HM-ന്റെ അടക്കമുള്ള ഓഫീസാണ്. അങ്ങനെ സജീവമായി കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഈ കെട്ടിടം പ്രവർത്തിച്ചിരുന്നുള്ളതിൻ്റെ നിരവധി തെളിവുകൾ നമുക്ക് മുന്നിൽ ഇപ്പോഴും ശബ്ദിക്കുന്ന തെളിവുകളായി തുടരുന്നു. അതിനിടെയാണ് ഈ സ്കൂളിൻ്റെ അധികാരികൾ ഇത് പ്രവർത്തിച്ചിരുന്നല്ലേ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടു. കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ പരിശോധന നടക്കുന്നുണ്ട്. ഏകദേശം മാസങ്ങൾക്ക് മുൻപേ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ഒരു പരിശോധന ഈ സ്കൂളിൽ നടന്നിരുന്നു. അതിനോടനുബന്ധിച്ച് ഇത് പ്രവർത്തനരഹിതമാണ്, പ്രവർത്തിക്കാൻ കഴിയാത്ത കെട്ടിടമാണ് എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടമെന്ന ഹെഡ് മിസ്ട്രസ് തന്നെ പറയുന്നു. എന്തായാലും അങ്ങനെ ഉള്ള ഒരു കെട്ടിടമാണ്. ഇപ്പോൾ ഇതാ നമുക്ക് ഇവിടെ പഠിച്ച ഒരു കുട്ടിയുടെ തന്നെ പ്രതികരണത്തിലേക്ക് പോകാം. മോളെ, ഈ ഇവിടെയാണോ പഠിക്കുന്നത്? ക്ലാസ്സിലാ? 4B ഈ കെട്ടിടത്തിലായിരുന്നു. വ്യാഴാഴ്ച ഇവിടെ പഠിക്കുകയാണല്ലേ? ഇത് മാറ്റുമെന്നെല്ലാം പറഞ്ഞിരുന്നു? പറഞ്ഞില്ല. അപ്പം മാഷൊക്കെ പറയുന്നത് ഇവിടെ ഈ സമീപത്തൊന്നും കുറച്ച് ദിവസം മുമ്പൊന്നും ക്ലാസ് ഇല്ലായിരുന്നു എന്നാണ്. ഇവിടെ തന്നെയാണ് പഠിച്ചത്? എത്ര കുട്ടികളുണ്ട് ക്ലാസ്സിൽ? അന്നൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അപകടമുള്ളതായിട്ടൊക്കെ മാഷന്മാരും എല്ലാം പറഞ്ഞിരുന്നു? സംസാരിച്ചിട്ടില്ല? കുറേ നാളായിട്ട് ഇവിടെ തന്നെ പഠിക്കുന്നു. എന്തായാലും ഇവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തന്നെയാണ് അനുജ പറയുന്നത്. ഇവിടുത്തെ 4B ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. HM ബിജു പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ മാസങ്ങളായി പ്രവർത്തിക്കാത്ത കെട്ടിടമെന്ന് അവർ അടയാളപ്പെടുത്തുന്ന സ്കൂളിൽ 4Bയിൽ പഠിക്കുന്ന കുട്ടി തന്നെ കഴിഞ്ഞ ദിവസം അവിടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. വന്നപ്പോൾ ഇത് കാണും, നിങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഫുള്ള് ബിൽഡിങ്ങിൻ്റെ പകുതി മുക്കാലും ഇടിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇതിനകത്ത് കയറി നോക്കിയപ്പോൾ ഡെസ്കും കസേരകളും ഒന്നുമില്ല. അപ്പം ഞങ്ങൾ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെ, അപകടത്തിന് ശേഷം ഈ കസേരകളൊന്നും ഇല്ല, അതിന് ശേഷമുള്ള കസേരകളും കാര്യങ്ങളും ബെഞ്ചും എല്ലാം എടുത്ത് മറ്റൊരു ക്ലാസ്സിലേക്ക് അവർ മാറ്റിയിരിക്കുകയാണ്. ആ ക്ലാസ് റൂമിൽ നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനകത്ത് ബോർഡിൽ വ്യക്തമായിട്ട് ജൂലൈ 6-ാം തീയതി 7-ാം തീയതി ഉള്ള ഈ 2015-ാം തീയതിത്തെ ഡേറ്റ് വെച്ച് എല്ലാം ഉള്ള കാര്യങ്ങൾ അതിനകത്തിലുണ്ട്. അതിനകത്ത് ഡെസ്കും കസേരകളും എല്ലാം മാറ്റിയിരിക്കുകയാണ്. പ്രിൻസിപ്പാൾ പറയുന്നത് ഇതുവരെയായിട്ടും ക്ലാസ്സുകളൊന്നും ഇല്ല, അതുകൊണ്ട് കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ലെന്നാണ് പുള്ളി പറയുന്നത്. ഇപ്പോഴും ഓരോ ബൈറ്റിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇതിപ്പം കുട്ടികൾ തന്നെ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ വ്യക്തമായിട്ട്, വളരെ വളരെ ശോചനീയാവസ്ഥയായിട്ട് ഇപ്പോൾ കിടക്കുകയാണ്. പുതിയ ബിൽഡിംഗ് വന്നിട്ട് പോലും അതിലേക്ക് മാറുന്നില്ല അവരായി. ചേട്ടൻ്റെ കുട്ടിയോടെ പഠിക്കുന്നത്? എൻ്റെ മോളാണത്. എന്നാണ് ഇവിടെ കൊണ്ടുവിടാറ്? ഞാൻ ഇതുപോലെ ഇങ്ങനെ HM ഇങ്ങനെ പറയുന്നത് കേട്ടതുകൊണ്ടാണ് കുട്ടിയെ ഞാൻ കൊണ്ടുവന്നത് ഇവിടെ. അപ്പോൾ ഞാൻ മോളോട് ചോദിച്ചു, ഞാനും വൈഫും ആണ് ഈ കൊണ്ടുവന്ന് വിടുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഈ കൊണ്ടുവന്ന് വിട്ടപ്പോഴും മോള് കയറിപ്പോയ ക്ലാസ് അതാ. അപ്പം HM പറഞ്ഞേക്കുന്നത് ആ
ക്ലാസ്സിൽ നമ്മൾ കുട്ടികളെ ആരെയും ഇരുത്താറില്ല, ഒന്നുമില്ല. ഞങ്ങൾ വന്ന് കയറി നോക്കിയപ്പോൾ ഡെസ്കില്ല, കസേരയില്ല, ഒന്നുമില്ല. ബോർഡിലൊക്കെ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിറ്റ്നസ് ഇല്ലാന്ന് അച്ഛമ്മ തന്നെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പേരൻസ് എന്നുള്ള നേരത്തെ നമ്മൾ ചോദ്യം ചെയ്യുകയെല്ലാം ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ PTA മീറ്റിങ്ങിന് ഇതുപോലെ സബ്ജക്റ്റ് ഇതല്ലെങ്കിൽ പോലും ഇത് നമ്മൾ പേരൻസ് കയറി ചോദിച്ചായിരുന്നു. ചോദിച്ചപ്പോഴത്തേക്കും ആ ബിൽഡിങ്ങിനെ കുറിച്ച് അവരിങ്ങനെ പറഞ്ഞു വെച്ചാൽ അതിനകത്ത് കറണ്ടില്ല, അതിൻ്റെ പണികൾ ഏകദേശം പൂർത്തിയായി ഇരിക്കുകയാണ്, അതിനകത്ത് കറണ്ടില്ല, കറണ്ടിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് ഇത്രയും ശോചനീയാവസ്ഥയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാർഗ്ഗം കാണണ്ടേ? നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടിട്ട് പേടിച്ചിരിക്കുന്നതല്ലേ. അനുജ, എന്തായാലും അതാണ് പഠിച്ച കുട്ടിയും നമ്മളിത് 3-4 ദിവസത്തേക്ക് മുമ്പേ ഇത് കുട്ടികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സാണ് കഴിഞ്ഞ വ്യാഴാഴ്ച വരെ. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത ഒരു ജില്ല ബിദിൻ എന്ന് പറഞ്ഞതിന് മോൻ മരണപ്പെട്ടുള്ള ചെത് ഇതുവരെ അടങ്ങിയിട്ടില്ല. ഇന്ന് ഇത് വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുട്ടികളൊക്കെ ഓഫീസ് ഇത് ഈ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന HM ഓഫീസ് പ്രവർത്തിക്കുന്നു, 2 ക്ലാസ് പ്രവർത്തിക്കുന്നു, ലാബ് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പറയുന്നു ഇത് HM ആണ് ഇതിന് ഉത്തരവാദിയെന്ന്. HM പറയുന്നു എനിക്കറിയില്ല എന്ന് പറയുന്നു. ഇവിടെ പ്രസിഡന്റാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദിയം എന്നാണ് ഞങ്ങൾക്ക് ഒരു സംശയമാണ്. നമ്മുടെ നിലപാടും കൂടെ എന്തായാലും അത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അനുജ, നമുക്ക് അവരോട് കൂടെ ചോദിക്കാം. പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇതിന് ഫിറ്റ്നസ് ഇല്ല എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയത്. മാഡം, എന്താണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ഫിറ്റ്നസ് നൽകിയിരുന്നില്ല എന്നാണ്? ഇല്ല. പിന്നെയും ഇത് പ്രവർത്തിച്ചു, പിന്നീട് എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഫിറ്റ്നസ് കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്, നമുക്ക് HM സംസാരിച്ച് അറിയാൻ പറ്റുള്ളൂ. കുട്ടികളടക്കം പറയുന്നുണ്ട് വ്യാഴാഴ്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് HM സംസാരിച്ചാൽ അതിനെ അന്വേഷിക്കാനേ പറ്റത്തുള്ളൂ. HM നിലവിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞപ്പം HM പറഞ്ഞിട്ട് പ്രവർത്തിച്ചിട്ടില്ല, എന്നാലും നമ്മൾ അന്വേഷിക്കാതെ. അപ്പം എന്തായാലും മേൽക്കൂരയാണ് ഈ 4B ഇവിടെ പ്രവർത്തിക്കുന്നു, 4C അപ്പുറത്തുണ്ട്, അത് അവർ തന്നെ പറയുന്നു. അപ്പം മറ്റേതെങ്കിലും തരത്തിൽ പരിശോധന പഞ്ചായത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗമായിട്ട് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗ് വിഭാഗം ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല. എന്തായാലും പഞ്ചായത്ത് അധികൃതർ തന്നെ പറയുന്നു ഇതിന് ഫിറ്റ്നസ് നൽകിയിട്ടില്ല എന്ന്. പക്ഷേ HM സംസാരിച്ചാൽ, സ്കൂൾ അധികൃതരുമായി സംസാരിച്ചാൽ മാത്രമേ എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത് എന്ന് പറയാൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് പഞ്ചായത്തിന് പോലും ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. നിലവിൽ എന്തായാലും ഫിറ്റ്നസ് എഞ്ചിനീയറിംഗ് വിഭാഗം നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഒരു 5 മിനിറ്റ് മുമ്പ് വിളിച്ചപ്പോഴും സ്കൂൾ അധികൃതർ പറയുന്നത് ഈ കെട്ടിടത്തിൽ ഒരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും നടന്നിരുന്നില്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി ക്ലാസ് റൂമുകൾ പ്രവർത്തിച്ചിട്ടില്ല, HM ഓഫീസ് ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് വീണ്ടും ഈ സംഭവം ഉണ്ടായതിനു ശേഷം HM അങ്ങോട്ടേക്ക് എത്തിയോ? അധ്യാപകരാരെങ്കിലും അങ്ങോട്ടേക്ക് എത്തിയോ? ഇവിടുത്തെ പേരൻസ് അനുജ, നിലവിൽ എന്തായാലും ആരുമില്ല. പക്ഷേ ഈ നാട്ടുകാരും ഒപ്പം ഇവിടുത്തെ പേരൻസുമൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന മറ്റൊരു കാര്യം, ഈ അപകടം നടന്ന കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ക്ലാസ് റൂമിലെ ബെഞ്ചുകളും ഡെസ്കുകളും ഒന്നും ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ്. അതായത് അപകടത്തിന് ശേഷം ആരോ എത്തി ഇവിടെ നിന്നത് മാറ്റി എന്നുള്ളൊരു ആരോപണം ഇവിടെയുള്ള നാട്ടുകാരും ഒപ്പം പേരൻസും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ക്ലാസ് റൂം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് തെളിയിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ആരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് സ്വാഭാവികം സംശയിക്കേണ്ടതാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച വരെ പ്രവർത്തിച്ച ക്ലാസ് റൂമുകളുടെ ബെഞ്ചുകളും ഡെസ്കുകളും ഇവിടെ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുമുണ്ട്. കുട്ടികൾ പറയുന്നുണ്ട് ആ ക്ലാസ് മുറിയിലിരുന്ന് പഠിച്ചതാണ് എന്നൊരു കുട്ടി ഇപ്പോൾ നമ്മളോട് തന്നെ നമ്മളുടെ മൈക്കിന് മുന്നിൽ വന്ന്, ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയുകയാണ്. 2 ക്ലാസ് മുറികൾ അവിടെ തന്നെ പ്രവർത്തിക്കുന്നതുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. HM ഓഫീസ് അവിടെയാണ്. കൂടാതെ അവിടെ കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു ബോർഡുണ്ട്, ഉച്ചഭക്ഷണത്തിന് എന്താണ് മെനു എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ്. അത് 15 എന്ന തീയതി വെച്ചിട്ടുള്ളതാണ്. അതായത് അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ഫിറ്റ്നസ് ഇല്ല എന്നത് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം മാസങ്ങൾക്ക് മുൻപ് തന്നെ അങ്ങനെ റിപ്പോർട്ട് കൊടുത്തതാണ്, അപകടാവസ്ഥയിലാണ് എന്നത്. പക്ഷേ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നത് സ്കൂൾ അധികൃതർ പറയുമ്പോൾ അത് തെറ്റ് എന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നമ്മളോടിപ്പോൾ പറയുകയാണ്. ഒരു വിശദീകരണം എന്താണ് സ്കൂൾ അധികൃതർക്ക് നൽകാനുള്ളത് എന്നത് ഇനി അറിയാനിരിക്കുന്നു.